ടാലി എന്ന പേരിൽ ഒരു ലോങ് സ്റ്റോറി നമ്മളുടെ പുതിയ ചാനലായ കഥാജാലകത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കഥ കൂടെ ജസ്റ്റ് ഒന്ന് കയറി വായിച്ചേക്കണേ. ആ കഥ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥാക്കൂട്ടിന് നിങ്ങൾ നൽകിയ സപ്പോർട്ട് കഥാജാലകത്തിനും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു പുതിയ കഥയാണ്. ഒറ്റ പാർട്ടിൽ അവസാനിക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ആദിത്യനെ കൈക്കൂലി കൊടുത്ത് ഒതുക്കാം എന്നൊന്നും വിചാരിക്കണ്ട സാർ. അയാളൊരു വല്ലാത്ത ടൈപ്പാണ്. പല്ലിന് പല്ല്, എല്ലിന് എല്ല് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഇനം. കിഷോർ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ അവസാനത്തെ കുപ്പി മദ്യവും കുടിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു. ആ കേസ് ഇത്ര വലിയ തലവേദനയാവുമെന്ന് ആര് കണ്ടു? ഞാനാണെങ്കിൽ ഒരു ആവേശത്തിൽ എടുത്തു ചാടുകയും ചെയ്തു. അറിയാലോ, 1-2 രൂപയുടെ മയക്കുമരുന്നൊന്നുമല്ല അവൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഹരിനാരായണൻ ആലോചനയോടെ തല ഉടഞ്ഞു. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി എന്ന് കൂട്ടിക്കോ. ആദിത്യൻ യൂണിഫോം ഇട്ട ചെന്നായയാണ്. ജീവനോട് അവൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. ഒരു സെൻറ്റിമെൻസും ഇല്ലാത്ത ഒരുത്തനാണ്. മേലുദ്യോഗസ്ഥനെ കൈവച്ചതിനടക്കം സസ്പെൻഷൻ കിട്ടിയ മുതലാണ്. യൂണിഫോം ഇല്ലെങ്കിൽ തെരുവ് ഗുണ്ടയേക്കാൾ കഷ്ടമാണ്. ഒരുത്തനും അയാളുടെ മുന്നിൽ അങ്ങനെ ധൈര്യത്തോടെ പോയി തലവെക്കില്ല. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്കടക്കം പേടിയാണ് അവന്. കിഷോർ ആദിത്യൻ എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുന്ന പോലെ തോന്നി ഹരിക്ക്. ആദിത്യൻ, പോലീസുകാർക്കിടയിൽ കാട്ടുതീ പോലെ ഒരുത്തൻ. എതിരെ വരുന്ന എന്തിനേയും പ്രതിരോധിക്കാൻ മടിയില്ലാത്തവൻ. പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ട. ഒരു തരത്തിലുള്ള സെൻറ്റിമെൻസും ആരോടുമില്ലാത്തവൻ. സ്ത്രീകളെ ബഹുമാനിക്കാൻ വശമില്ലാത്തവൻ. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യത്വം വെറ്റിയ ചെകുത്താൻ. അതാണ് ആദിത്യൻ. GP ശരത് കുമാർ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ഗൗരവത്തോടെ നോക്കി. ആദിത്യൻ. പോലീസ് യൂണിഫോമിൽ വല്ലാത്തൊരു ആകർഷണീയത തോന്നുന്നുണ്ടായിരുന്നു ആദിത്യന്. തീക്ഷ്ണതയുള്ള കണ്ണുകളും പാകത്തിന് പൊക്കവും അതിനനുസരിച്ച് വണ്ണവുമുള്ള ഒരുത്തൻ. സർവീസിൽ കയറി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ജോലിയിലുള്ള തൻ്റെ കഴിവും ആത്മാർത്ഥതയുമെല്ലാം ആദിത്യന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദിത്യൻ്റെ പേഴ്സണൽ ലൈഫ് വലിയൊരു തോൽവിയാണെന്നാണ് അയാൾക്കറിയാം. കള്ളും അടിപിടിയും നിറഞ്ഞ ജീവിതം. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതി കൊണ്ട് തന്നെ ആദിത്യന് ശത്രുക്കൾ ഏറെയാണ്. തൻ്റെ കയ്യിലേക്ക് അടിച്ചു കിട്ടിയ ട്രാൻസ്ഫർ ഓർഡർ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുച്ഛത്തിൽ കുതിർന്ന ഒരു ചിരി മിന്നിമറഞ്ഞു. മണ്ണൂർ, ആ കുഗ്രാമത്തിലേക്കാണ് ട്രാൻസ്ഫർ. ആളും തരവും നോക്കാതെ നീതി നടപ്പിലാക്കിയതിന് കിട്ടിയ കൂലി. പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ട ആണെന്നൊക്കെ തന്നെ പറ്റി പരക്കെ അഭിപ്രായമുണ്ട്. അത്തരത്തിലുള്ള ഗുണ്ടായിസമൊക്കെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. ഗൗരവത്തോടെ പറയുന്ന DGPയെ കണ്ടപ്പോൾ ആദിത്യന് ചിരിയാണ് വന്നത്. രാജീവൻ്റെ മകനാണെന്നുള്ള ഒരു പരിഗണനയും ഞാൻ തരില്ല, അത് ആദ്യമേ പറഞ്ഞേക്കാം. മറുപടിയായി ആദിത്യൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചെറിയ ചിരിയായിരുന്നു. DGP ശരത് കുമാറും ആദിത്യൻ്റെ അച്ഛൻ രാജീവനും ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. തന്നോടൊരു അകലമിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും രാജീവൻ എന്നാൽ ശരത് കുമാറിന് ജീവനായിരുന്നു എന്ന് ആദിത്യനറിയാം. അച്ഛൻ മരിച്ചതിൽ പിന്നെ ശരത് സാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് വട്ടം ആദിത്യനെയും അമ്മയെയും സഹായിച്ചിരുന്നു. പ്രണയവിവാഹമായിരുന്നു രാജീവനും ഭാര്യ സൗഭാഗ്യയും. ഇപ്പോൾ രണ്ടാളും ആദിത്യനൊപ്പമില്ല. രണ്ടാളെയും ദൈവം തിരികെ വിളിച്ചിട്ട് വർഷങ്ങളായി. പിറ്റേന്ന് തന്നെ മണ്ണൂരിലേക്ക് പോകാൻ ആദിത്യൻ തീരുമാനിച്ചു. അതിന് തലേന്ന് കൂട്ടുകാരുമായി ഒന്നുകൂടി. ചെറിയ കൂടലിനൊന്നുമല്ല, വെള്ളമടിച്ച് ബോധം പോയി എന്ന് തന്നെ പറയാം. 4 കാലിൽ വന്നതും കട്ടിലിലേക്ക് കിടന്നതും മാത്രമേ ആദിക്ക് ഓർമ്മയുള്ളൂ. കണ്ണുകൾ ഇറുക്കി അടച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ എന്നത്തെയും പോലെ ആ ചെമ്പക മണം അവനെ പൊതിഞ്ഞു. ആദിയുടെ ചുണ്ടുകളിൽ ഒരു ചിരി തെളിഞ്ഞു വന്നു. അവനറിയാം, ഒരുത്തിപ്പോൾ വലിഞ്ഞു കയറി വരും തൻ്റെ സ്വപ്നത്തിലേക്കെന്ന്. അപ്സരസിനെ പോലെ ഒരുത്തി. പേരും നാളും ഊരും ഒന്നും അറിയാത്ത ഒരുത്തി. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ സ്വപ്നം മുറ തെറ്റാതെ നടക്കുന്നുണ്ട്. ആദിത്യൻ അപ്പോഴേക്കും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ആദിയുടെ സുഖമുള്ള ഒരു സ്വപ്നത്തിൽ അവളും ഉണ്ടായിരുന്നു. കയ്യിലെന്താ? ആകാംക്ഷയോടെ മടക്കി പിടിച്ചിരിക്കുന്ന നിറയെ ചുവന്ന കുപ്പിവളകൾ അണിഞ്ഞ അവളുടെ കയ്യിലേക്ക് ആദിത്യൻ ഉറ്റുനോക്കി. മുന്നിൽ നിൽക്കുന്നവളുടെ കണ്ണുകൾക്ക് ഉള്ളിൽ നക്ഷത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ച പോലെ തോന്നി ആദിത്യന്. അവൻ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളുടെ വലത്തെ കൈ പതുക്കെ വിടർത്തി നോക്കി. അത് ശൂന്യമായിരുന്നു. ഇതിലൊന്നുമില്ലല്ലോ. ആദിത്യൻ കൗതുകത്തോടെ ചിരിച്ചു.
സൂക്ഷിച്ചു നോക്ക്. അവൾ വിടർന്ന കണ്ണുകൾ കൊണ്ട് ചിരിച്ചു. മുന്നിൽ നിൽക്കുന്നവൾക്ക് ദേവിയുടെ സൗന്ദര്യം ശരിക്കും അപ്സരസ് തന്നെ. ആദി ഒരിക്കൽ കൂടെ അതിലേക്ക് നോക്കി. നിറയെ മഞ്ചാടിക്കുരു. മുന്നിൽ നിൽക്കുന്നവൾ ഒരു മായാജാലക്കാരിയാണെന്ന് തോന്നിപ്പോയി ആദിക്ക്. ആദിത്യൻ ഒരു ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ദിവസങ്ങളായി അടുപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ, അതിലെല്ലാം നിറയുന്നത് ആ ഒരുവളാണ്. അവൾ പറഞ്ഞ് പകുതിയാക്കി പോകുന്ന സൂചനകൾ. ആരാണവൾ? ആദിത്യൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. പിറ്റേന്ന് തന്നെ ആദിത്യൻ മണ്ണൂരിലേക്ക് തിരിച്ചു. മണ്ണൂരിലേക്കുള്ള പാതയുടെ ഇരുവശവും തഴച്ചു വളർന്ന തെങ്ങുംതോപ്പുകളും പച്ചപ്പ് നിറഞ്ഞ വയലുകളും ആദിത്യൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിച്ചു. നഗരത്തിലെ ആ പുകപടലങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി കിളികളുടെ ശബ്ദവും അരുവിയുടെ ശബ്ദവും മാത്രം കേൾക്കുന്ന ഒരിടം. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നുണ്ട്. ബുള്ളറ്റിൻ്റെ താളാത്മകമായ ശബ്ദം ആ ശാന്തമായ ഗ്രാമവീഥിയിലൂടെ മുഴങ്ങിക്കേട്ടു. ആ വഴി നീളെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങളും ഇടയ്ക്കിടെ വീശുന്ന കുളിർക്കാറ്റും ആദിത്യൻ്റെ ഉള്ളിലെ കടുപ്പക്കാരനെ പോലും ഒന്ന് മയപ്പെടുത്തി. ഓടിട്ട പഴയൊരു കെട്ടിടമാണ് മണ്ണൂർ പോലീസ് സ്റ്റേഷൻ. ആദിത്യൻ്റെ വരവ് നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റേഷൻ പരിസരം അല്പം വൃത്തിയാക്കിയിട്ടുണ്ട്. ആദിത്യൻ ബുള്ളറ്റ് സ്റ്റേഷൻ മുറ്റത്ത് സ്റ്റാൻഡിൽ ഇട്ട് നിർത്തി ഹെൽമറ്റ് മാറ്റി. ആ ഗാംഭീര്യമുള്ള രൂപം കണ്ടതും അവിടെയുണ്ടായിരുന്ന പോലീസുകാർ ഒന്ന് പതറി. യൂണിഫോം ഇട്ട ഗുണ്ട എന്ന പേര് പറഞ്ഞു കേട്ടതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു അവനോട്. റൈറ്റർ ശിവദാസൻ നായർ ഒരു ചെറിയ ചിരിയോടെ മുന്നോട്ട് വന്നു. സ്വാഗതം സാർ, മണ്ണൂരിലേക്ക് സ്വാഗതം. ഇത്ര നേരത്തെ എത്തുമെന്ന് കരുതിയില്ല. മറ്റുള്ള പോലീസുകാർ മാറി നിന്ന് ആദിത്യനെ നിരീക്ഷിക്കുന്നുണ്ട്. ആരെയും കൂസാത്ത നടപ്പും തീക്ഷ്ണതയുള്ള കണ്ണുകളും അവരിൽ ഒരു ബഹുമാനം കലർന്ന പേടിയുണ്ടാക്കി. എല്ലാവരും അവരവരുടെ പണിയിൽ നോക്കിക്കോളൂ, എനിക്ക് പ്രത്യേക സ്വീകരണമൊന്നും വേണ്ട. ആദിത്യൻ്റെ ആ വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇയാൾ കുറച്ച് കടുപ്പക്കാരൻ തന്നെയാണെന്ന് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിരുന്നു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പറമ്പിന് നടുവിലായിരുന്നു ആ ക്വാർട്ടേഴ്സ്. ഓടിട്ട പഴയ മേൽക്കൂരയും വലിയ ജനലുകളും വീടിന് ചുറ്റും പടർന്നു കിടക്കുന്ന കാട്ടുപൂക്കളും ആദിത്യന് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടു. നഗരത്തിലെ ഫ്ലാറ്റുകളിലെ വീർപ്പുമുട്ടലിൽ നിന്നും ഒന്ന് ഫ്രീ ആയ പോലെ തോന്നി അവന്. വീടിന് തൊട്ടടുത്ത് തന്നെ വലിയൊരു ചെമ്പകമരം നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ മണം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ബാഗ് നിലത്ത് വെച്ച് അവൻ ചുറ്റും നോക്കി. ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവർക്ക് വലിയ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സാർ. പക്ഷെ കുറച്ചു കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ഒരാളെ വിട്ട് ഒന്ന് അടിച്ചു വാരിപ്പിച്ചിട്ടുണ്ട്. ശിവദാസൻ പിള്ള വിനയത്തോടെ പറഞ്ഞു. സാരമില്ല പിള്ളേ, എനിക്കിതിപ്പോൾ ധാരാളമാണ്. താൻ പൊയ്ക്കോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. ആദിത്യൻ നേർത്ത ചിരിയോടെ പറഞ്ഞു. ശിവദാസൻ പിള്ള പോയി കഴിഞ്ഞപ്പോൾ ആദിത്യൻ ആ വീട് മൊത്തം ഒന്ന് കണ്ണോടിച്ചു. ജനലുകൾ തുറന്നിട്ടപ്പോൾ പുറത്തെ കാറ്റും നിലാവും അകത്തേക്ക് ഇരച്ചു കയറി. കുളി കഴിഞ്ഞ് അല്പം ആശ്വാസത്തോടെ കട്ടിലിൽ കിടന്നപ്പോൾ വീണ്ടും ആ സ്വപ്നം അവനെ തേടി വന്നു. മഞ്ചാടിക്കുരുകളായി കയ്യിൽ നിറച്ച് ഒരു പെൺരൂപം. സാർ, ഇന്ന് വൈകുന്നേരം ഇവിടെ അടുത്തുള്ള കാവിൽ വലിയൊരു ഉത്സവമുണ്ട്. നമ്മുടെ മുത്തപ്പൻകുന്നിലെ ഉത്സവമാണ്. നാട്ടുകാരുടെ പ്രധാന ആഘോഷമാണ്. സാറൊന്ന് വരണം. പുതിയതായി വന്ന ഓഫീസർ എന്ന നിലയിൽ എല്ലാവർക്കും സാറിനെ ഒന്ന് കാണാനും പരിചയപ്പെടാനും അതൊരവസരമാവും, ശിവദാസൻ പിള്ള പറഞ്ഞു. ആദ്യമൊന്ന് മടിച്ചെങ്കിലും മണ്ണൂരിലെ ആളുകളെയും അവിടുത്തെ രീതികളെയും അടുത്തറിയാൻ അതൊരു നല്ല വഴിയാണെന്ന് തോന്നി ആദിത്യൻ സമ്മതിച്ചു. വൈകുന്നേരം കാവ് ഉണർന്നു. ചെണ്ടമേളങ്ങളും ഇലത്താളങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങി. എന്നാൽ ആദിത്യൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് അതൊന്നുമല്ലായിരുന്നു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുടിയാട്ടത്തിലാണ് അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. ആചാരപ്രകാരം താളത്തിനൊത്ത് മുടിയഴിച്ചിട്ട് ആടുന്ന പെൺകുടികൾ. കത്തുന്ന പന്തങ്ങൾക്കിടയിലൂടെ അവർ വട്ടം ചുറ്റുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ. ആദിത്യൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നുപോയി. തൻ്റെ സ്വപ്നങ്ങളിൽ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന അതേ രൂപം. അവളുടെ കടും ചുവപ്പ് വസ്ത്രവും കഴുത്തിലെ മാലകളും തീക്ഷ്ണമായ കണ്ണുകളും എല്ലാം തൻ്റെ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രം പോലെ. അവളുടെ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ താളത്തിനൊത്ത് കിലുങ്ങുന്നുണ്ട്. ആദിത്യൻ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നുപോയി. താളം മുറുകിയപ്പോൾ അവൾ ആദിത്യൻ്റെ നേർക്കൊന്ന് നോക്കി. നോട്ടങ്ങൾ തമ്മിൽ ഒന്നിടഞ്ഞപ്പോൾ അവളുടെ താളവും ഒരു നിമിഷം നിലച്ച പോലെ തോന്നി ആദിക്ക്. ആ നോട്ടത്തിൽ ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ. അവളുടെ വിയർപ്പിൽ കുതിർന്ന മുഖവും ആ വിടർന്ന കണ്ണുകളും അവനെ വല്ലാതെ ആകർഷിച്ചു. പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴും ആദിത്യൻ്റെ ഉള്ളിൽ അവൾ തന്നെയായിരുന്നു. കൊച്ച് കാണാൻ കൊള്ളാം. അവളെക്കുറിച്ച് ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി തെളിഞ്ഞു വന്നു. അതിരാവിലെ മണ്ണൂരിൻ്റെ ആകാശം ചുവന്നു കലങ്ങിക്കിടപ്പാണ്. രാത്രിയിലെ ഉത്സവത്തിൻ്റെ ആരവങ്ങൾ മനസ്സിൽ നിന്നും മായാതെ തന്നെ ആദിത്യൻ ഉറക്കമുണർന്നു.
ക്വാർട്ടേഴ്സിന് പിന്നിലെ ഇടവഴിയിലൂടെ നടന്നാൽ നേരെ പുഴയിലെത്താം എന്ന് ശിവദാസൻ പിള്ള പറഞ്ഞിരുന്നു. ഇന്നപ്പോൾ വിസ്തരിച്ചു കുളിക്കാം എന്ന് ആദ്യം അങ്ങ് തീരുമാനിച്ചു. ഒരു തോർത്തും തോളിലിട്ട് ആദിത്യൻ പതുക്കെ പുഴ ലക്ഷ്യമാക്കി നടന്നു. വഴിയരികിലെ തെങ്ങിൻ തോപ്പുകളിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് അവനെ പുണർന്നു. പുഴക്കടവിൽ എത്തിയപ്പോൾ തെളിനീര് പോലെ ഒഴുകുന്ന വെള്ളം ആദിത്യൻ തൻ്റെ ഷർട്ട് അഴിച്ച് കരയിലെ കല്ലിൽ വെച്ചു. ആഴമില്ലാത്ത പുഴയിലേക്ക് അവൻ പതുക്കെ ഇറങ്ങി. തണുത്ത വെള്ളം ശരീരത്തിൽ തട്ടിയപ്പോൾ ഉള്ളു തണുക്കുന്നത് അവൻ അറിഞ്ഞു. മുങ്ങി നിവർന്നപ്പോൾ അവൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ ചുറ്റുമുള്ള പ്രകൃതിയെ ആസ്വദിച്ചു. പണ്ട് അച്ഛനോടൊപ്പം ഇതേപോലെ ആറ്റിലും പുഴയിലും എല്ലാം പോയ നിമിഷങ്ങൾ ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ മിന്നി മറഞ്ഞു. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി കോതിയൊതുക്കി ആദിത്യൻ തിരികെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ നടന്നു. പക്ഷെ അവിടെ പൂട്ടിക്കിടന്നിരുന്ന ആ പഴയ വീടിൻ്റെ വാതിൽ ഇപ്പോൾ പകുതി തുറന്നു കിടക്കുന്നു. ആദിത്യൻ ഒരു നിമിഷം നിന്നു. താൻ പൂട്ടിയതാണല്ലോ. ആദ്യം ഒരു നിമിഷം സംശയത്തോടെ ആലോചിച്ചു. മണ്ണൂരിലെ കള്ളന്മാർക്ക് ഇത്ര ധൈര്യമോ? അതൊരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ കയറാൻ മാത്രം. ആഹാ, എന്നാൽ അതൊന്നും അറിയണമല്ലോ. അവൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഉമ്മറത്തേക്ക് കയറി. ഉള്ളിൽ ആരോ ഉണ്ടെന്ന് ഉറപ്പാണ്. ആദിത്യൻ തൻ്റെ മുഷ്ടി ചുരുക്കി. ആ മുറിക്കുള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ തനിക്ക് പുറംതിരിഞ്ഞു നിന്ന് എന്തോ തിരയുന്ന ഒരു രൂപം. ഒരു ലുങ്കിമുണ്ടും വലിയൊരു കള്ളി ഷർട്ടുമാണ് വേഷം. കള്ളനാണെന്ന് ഉറപ്പിച്ച ആദിത്യൻ ഒരൊറ്റ കുതിപ്പിന് അയാളുടെ പുറകിൽ നിന്ന് ചേർത്ത് പിടിച്ചു. ഒപ്പം ആ നടുപ്പുറം നോക്കി ഒന്ന് പൊട്ടിച്ചു. ആരാടാ നീ എന്ന അലർച്ചയോടെ ആദിത്യൻ അയാളെ തിരിച്ചു നിർത്തി. അമ്മേ! ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞ ആ രൂപം തിരിഞ്ഞപ്പോൾ ആദിത്യൻ സ്തബ്ധനായി നിന്നുപോയി. മുന്നിൽ നിൽക്കുന്നത് ഒരു പുരുഷനല്ല. തലേ ദിവസം കാവിൽ കണ്ട അതേ പെൺകുട്ടി, സ്വപ്നത്തിൽ വരാറുള്ള അതേ പെൺകുട്ടി. ആദിത്യൻ അവളുടെ ദേഹത്തെ പിടിവിട്ടു. വലിയൊരു കള്ളി ഷർട്ടും മുണ്ടുമാണ് അവൾ ഉടുത്തിരിക്കുന്നത്. കയ്യിലൊരു ചൂലുമുണ്ട്. ആരാടി നീ? നീ എന്താ ഇവിടെ? ആദിത്യൻ ഞെട്ടലോടെ ചോദിച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ പുറം തടവിക്കൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി. മനുഷ്യനാണോ താൻ? കയ്യൂക്ക് കാണിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? പാവം എന്നെ കൊന്നേനെ, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ ഈ വേഷത്തിൽ എൻ്റെ മുറി കയറിയത്? ഞാൻ കരുതി കള്ളനാണെന്ന്. ആദിത്യൻ സ്വരം അല്പം കടുപ്പിച്ച് തന്നെ ചോദിച്ചു. തനിക്കെന്താടാ മുഖത്ത് കണ്ണില്ലേ? പിള്ള സാർ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ തൂക്കാനും തുടക്കാനും വന്നത്. വെച്ച് വിളമ്പാനും എന്നെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഉത്സവം ആയതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ പുറം തടവിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ആ താൻ വിളിയും തൻ്റെ ഇടവും ആദിത്യനെ ഒന്ന് ചൊടിപ്പിച്ചു. ഡി, പോലീസുകാരോടാണോ നിൻ്റെ ഈ തല്ലുകൊള്ളിത്തരം വർത്തമാനം? മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കണം. നീ പിന്നെ എന്തിനാ മുണ്ടു ഷർട്ട് ഇട്ട് വന്നേ? മുണ്ടു ഷർട്ടല്ലാതെ തൂക്കാനും തുടക്കാനും പട്ടുസാരിയും ചുറ്റിയിറങ്ങാൻ ഞാൻ ചന്ദനമഴയിലെ അമൃതമല്ല, ചിന്മയി ദേഷ്യത്തോടെ പറഞ്ഞു. പോലീസായാലും പട്ടാളായാലും ശരി, വെറുതെ അങ്ങ് തല്ലാമോ? പാട് വീണ് കാണും, അവൾ ആ ഉണ്ടക്കണ്ണ് ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു. ആദിത്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സ്വപ്നത്തിൽ കണ്ട ആ ശാന്തത ഒന്നുമില്ല പെണ്ണിന്. മുന്നിൽ നിൽക്കുന്നത് ഒരു ഒന്നൊന്നര കാന്താരിയാണ്. ശരി, പറ്റിയത് പറ്റി. നീ നിൻ്റെ പണി നോക്ക്. ഇനി മുതൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ചോദിച്ചിട്ട് കയറണം. ആദിത്യൻ ഒരുവിധം ഗൗരവം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. ഓ ശരി സാറേ, അടുത്ത തവണ കഴുത്തി ഒരു മണിയും കെട്ടിത്തൂക്കി വന്നോളാം. അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചൂലെടുത്തു. ചിന്മയി പണി തുടങ്ങിയതിനിടയിൽ ആദിത്യനെ ഒന്ന് പാളി നോക്കി. പോലീസുകാരനാണത്രേ. കള്ളനെ കണ്ട തിരിച്ചറിയാത്ത പോലീസുകാരൻ എന്ന് അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ തൻ്റെ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് വസ്ത്രം മാറാൻ തുടങ്ങുമ്പോഴും ഹാളിൽ നിന്ന് അവളുടെ പിറുപിറുക്കലുകൾ കേൾക്കാമായിരുന്നു. അത് കേട്ട് ഉള്ളിൽ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ഇവള് ഉള്ളിടത്തോളം മണ്ണൂരിലെ ജീവിതം അത്ര ബോറടിക്കില്ലെന്ന് അവന് തോന്നി തുടങ്ങി. ദേഷ്യവും പരിഭവവുമായി അവൾ മുറിക്കുള്ളിലെ ചൂലുമായി പാഞ്ഞുകൊണ്ടാണ് പണിയെടുക്കുന്നത്. ചിന്മയി പണി പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റൈറ്റർ ശിവദാസൻ പിള്ള അങ്ങോട്ട് വരുന്നത്. കയ്യിലൊരു പൊതിയുമുണ്ട്. എന്താ ചിന്നുമോളെ, മുഖത്തൊരു വാട്ടം? പണിയൊക്കെ കഴിഞ്ഞോ? പിള്ള സാർ സ്നേഹത്തോടെ ചോദിച്ചു. നാട്ടുകാർക്കെല്ലാം അവൾ ചിന്നുവാണ്. കുറുമ്പും തൻ്റെ ഇടവും ഒക്കെയുണ്ടെങ്കിലും ആ ഗ്രാമത്തിൻ്റെ പ്രിയപ്പെട്ടവൾ. പിള്ള സാറിനെ കണ്ടതും ചിന്മയ്ക്ക് പരാതികളുടെ കെട്ടയക്കാൻ ഒരു അവസരം കിട്ടിയ പോലെയായി. അവൾ തൻ്റെ പുറം പതുക്കെ ഒന്ന് തടവിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ആദ്യം പുറത്ത് കാണാനില്ല എന്ന് കണ്ടതോടെ ചിന്മയി പിള്ള സാറിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി വന്നു. പിള്ളേച്ചാ, നിങ്ങൾ വല്ല ഗുണ്ടയുമാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്തൊരൈറ്റം. ഞാൻ പാവം അകത്ത് തൂക്കാൻ കയറിയതാ. പുള്ളി വന്നിട്ട് ഒരൊറ്റ അടി. എൻ്റെ നട്ടെല്ലാം ഒടിഞ്ഞു പിള്ളേച്ചാ. ഇതിലും ഭേദം വല്ല കാട്ടുപന്നിയും വന്ന് കുത്തുന്നതായിരുന്നു. അവൾ കൈകൾ മുതുക് തടവിക്കൊണ്ട് ആവലാതിയോടെ പറഞ്ഞു. ശിവദാസൻ പിള്ള ഒന്ന് ഞെട്ടി. അടിയോ? ആദിത്യൻ സാർ നിന്നെ തല്ലിയോ?
പിന്നെ തലോടിയതാണോ? ആ ആനക്കൈ വെച്ച് ഒരൊറ്റ പെട. പിള്ളേച്ച, പുള്ളിക്ക് കണ്ണിന് കാഴ്ചയില്ലേ? അതോ തലയ്ക്ക് വെളിവില്ലേ? യൂണിഫോം ഇട്ട ഗുണ്ടയാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. ഒരുമാതിരി കണ്ണിൽ ചോരയില്ലാത്ത ടൈപ്പ്. പുള്ളി വിചാരിച്ചത് ഞാനെന്തോ കള്ളനാണെന്നാ. എൻ്റെ ഈ ലുക്കും മട്ടും കണ്ടിട്ട് കള്ളനാണെന്ന് തോന്നും പോലും. ചിന്മയി പറയവേ പിള്ളക്ക് ചിരി വന്നു പോയി. അതിപ്പോൾ സാറെ പറഞ്ഞിട്ടും കാര്യമില്ല. ദേ പിള്ളാച്ച, മർമ്മം നോക്കിയൊരു കുത്തങ്ങ് തരും ഞാൻ. ചിന്മയി കണ്ണുരുട്ടി. പിള്ള സാർ പതിയെ ചിരിച്ചു. എന്നാലേ എനിക്കും തോന്നുന്നുണ്ട് അങ്ങേർക്കൊരു കള്ളലക്ഷണം. ചിന്മയി നിർത്താതെ ആദിയെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വട്ടം ആദിയെ പറ്റി പറയുമ്പോഴും അവളുടെ കൈകൾ വായുവിൽ ചിത്രങ്ങൾ വരച്ചു. പിള്ളേച്ച നോക്കിക്കോ, ഈ പരുക്കൻ സ്വഭാവം മാറ്റാതിരുന്നാൽ പുള്ളിക്ക് ഇവിടെ അധികകാലം നിൽക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഈ സ്വഭാവം വെച്ച് നോക്കിയാൽ ഞാൻ അങ്ങേർക്ക് ചോറിൽ വല്ല വിഷം കലർത്തി കൊടുക്കും. എയറും നിറച്ച് നടക്കുക, എയർ ബാഗ്. ചിന്മയി പറഞ്ഞു നിർത്തി. പക്ഷേ ചിരിയോടെ തിരിഞ്ഞ ശിവദാസൻ പിള്ളയുടെ മുഖം പെട്ടെന്ന് വിളറി. അയാൾ ചിന്മയുടെ പുറകിലേക്ക് നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്താ പിള്ളേച്ച, കണ്ണിൽ വല്ല കരടും പോയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ സാധനത്തിന് എന്താ കുഴപ്പം? പെട്ടെന്ന് ഒരു ഗാംഭീര്യമുള്ള ശബ്ദം അവളുടെ തൊട്ട് പിന്നിൽ മുഴങ്ങി. ചിന്മയുടെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൾ വിറച്ചുപോയി. ആ ശബ്ദം അവൾ വളരെ പതുക്കെ തല തിരിച്ചു നോക്കി. അവിടെ ഉമ്മറത്തെ തൂണിൽ ചാടി നിന്ന് കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് ആദിത്യ നിൽക്കുന്നു. യൂണിഫോമിലെ നക്ഷത്രങ്ങൾ വെയിലത്ത് തിളങ്ങുന്നുണ്ട്. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ തിളക്കം അതിലും ഭീകരമായിരുന്നു. ഒരു ചെറിയ പുച്ഛം കലർന്ന ചിരി അവൻ്റെ ചുണ്ടിലുമുണ്ട്. ആ ബാക്കി പറ, നിർത്തിയത് എവിടെയാ? ആ കിട്ടി, വിഷം കലർത്തുന്ന കാര്യം അല്ലേ? ആദിത്യൻ ഒരടി മുന്നോട്ട് വെച്ചുകൊണ്ട് ചോദിച്ചു. ചിന്മയുടെ നാവ് ഇറങ്ങിപ്പോയി. അവൾ ശിവദാസൻ പിള്ളയെ നോക്കി. പാവം പിള്ള സാർ ആകാശം നോക്കി നിൽക്കുകയാണ്. താനൊന്നും അറിഞ്ഞില്ല എന്നൊരു ഭാവത്തിൽ. അത് സാറേ, ഞാൻ ചുമ്മാ. അവൾ വിക്കി. ചുമ്മാതല്ലല്ലോ, കാട്ടുപന്നി കുത്തുന്നതാണ് ഭേദം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് നന്നായി അങ്ങ് ബോധിച്ചു. ആദിത്യൻ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ചിന്മയ്ക്ക് അപ്പോഴാണ് താൻ പിടിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും ബോധ്യമായത്. സാർ, ഞാൻ പോയിട്ട് നാളെ വരാം. ഇച്ചിരി അത്യാവശ്യമുണ്ട്. അവൾ ഒന്ന് വലിഞ്ഞു. നിൽക്കവിടെ. തൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ശരിയാക്കി തരാം. ഞാനല്ലേ തല്ലിയത്? ആദിത്യൻ കുസൃതിയോടെ ചോദിച്ചു. അയ്യോ വേണ്ട സാറേ, എൻ്റെ എല്ലിന് നല്ല ഉറപ്പുണ്ട്. ഒരു അടി ഒന്നും സംഭവിക്കില്ല. സാർ ചായ കുടിച്ച് സമാധാനമായിട്ടിരിക്കുക. അവൾ പുറകോട്ട് മാറാൻ തുടങ്ങി. പെട്ടെന്ന് ആദിത്യൻ ഒന്ന് ശബ്ദമുണ്ടാക്കി ചുമച്ച് ഒരു അടി കൂടെ മുന്നോട്ട് വെച്ചതും ചിന്മയി പിന്നെ അവിടെ നിന്നില്ല. ജീവനും കൊണ്ട് ഓടി. പിള്ളേച്ച, ഞാൻ പോയി എന്നും പറഞ്ഞ് അവൾ ഇടവഴി ലക്ഷ്യമാക്കി ഒരൊറ്റ ഓട്ടം. അവളുടെ കാലിലെ കൊലുസുകൾ ആ ഓട്ടത്തിൽ കിലുങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ആ മുണ്ടും ഷർട്ടും ഇട്ടുള്ള ഓട്ടം കണ്ടപ്പോൾ ആദിത്യന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ചിന്മയി ഓടി മറയുന്നത് നോക്കി നിന്ന ആദിത്യൻ്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കഠിനമായ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെ തൊട്ടായിരിക്കുന്ന ഒരുത്തി തൻ്റെ ജീവിതത്തിലേക്ക് ഓടിക്കയറി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സാർ, അവളൊരു പാവാ, കുറച്ച് നാവുണ്ടെന്നേ ഉള്ളൂ, ശിവദാസൻ പിള്ള ചിരിയോടെ പറഞ്ഞു. സാരല്ല പിള്ളേ, ഈ മണ്ണൂരി എനിക്ക് ബോറടിക്കില്ലെന്ന് ഇപ്പോൾ ഉറപ്പായി, ആദിത്യൻ പുഞ്ചിരിയോടെ പിള്ളയോട് പറഞ്ഞു. വൈകുന്നേരം ക്വാർട്ടേഴ്സിൻ്റെ ഉമ്മർത്തിയിരിക്കുകയായിരുന്നു ആദിത്യൻ. ശിവദാസൻ പിള്ള കുറച്ച് ഫയലുകളുമായി അങ്ങോട്ട് വന്നു. ആദിത്യൻ ഒരു ചായ ഇട്ട് പിള്ളക്കും കൊടുത്തു. പിള്ളേ, ആ കുട്ടി ചിന്മയി അത് പിള്ളയുടെ ആരെങ്കിലും ആണോ? ആദിത്യൻ പതുക്കെ ചോദിച്ചു. ഇന്ന് രാവിലെ കയറി കൂടിയതാണേ. ആദിത്യൻ്റെ ചങ്കിൽ ചിന്മയി. ഇറക്കി വിട്ടിട്ടൊട്ടും പോകുന്നുമില്ല, കുരിപ്പ്. പക്ഷെ ആദിയുടെ ആ ചോദ്യത്തിൽ ശിവദാസൻ പിള്ളയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അയാൾ ഒരു ദീർഘശ്വാസം എടുത്തു. അതൊരു പാവാ സാറേ. സാറിനറിയാമോ, അതൊരു അതിജീവിതയാണ് എന്നൊക്കെ പറയാം. എല്ലാവരോടും പോരടിച്ച് തന്നെയാ അത് ഇതുവരെ എത്തിയത്. ആദിത്യൻ കൗതുകത്തോടെ പിള്ളയെ നോക്കി. ഏകദേശം 10 വർഷം മുമ്പാണ് സാർ ഇവിടുത്തെ തീപ്പെട്ടി കമ്പനിയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായത്. ചിന്നുവിൻ്റെ അച്ഛനും അമ്മയും അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു പകല് ആ കമ്പനി കത്തിയമർന്നപ്പോൾ അവിടുത്തെ തൊഴിലാളികളായിരുന്ന ആ പാവങ്ങളും അതിനുള്ളിൽ വെന്തു തീർന്നു. അന്ന് അവൾക്ക് വെറും 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ള പറഞ്ഞു നിർത്തവേ ആദിത്യൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. അച്ഛനും അമ്മയും പോയതോടെ അവൾ തനിച്ചായി സാറേ. ബന്ധുക്കളെന്ന് പറഞ്ഞു വന്നവരൊക്കെ അവളുടെ അച്ഛൻ ബാക്കി വെച്ച ആ ചെറിയ തൊണ്ട് ഭൂമിയിൽ മാത്രമായിരുന്നു കണ്ണു വെച്ചത്. ആരും അവളെ നോക്കാനുണ്ടായിരുന്നില്ല. ആ പ്രായത്തിൽ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരിക്കാൻ പറ്റില്ല. നാട്ടിലെ ചില ഞരമ്പ് രോഗികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ഈ ആണുങ്ങളുടെ വേഷം കെട്ടി തുടങ്ങിയത്. ഈ മുണ്ട് ഷർട്ടും അതിനൊരു കവചമാണ് സാറേ, പിള്ള തുടർന്നു. ആ കൊച്ചു പെണ്ണ് പട്ടിണി കിടക്കാതിരിക്കാൻ ചെയ്യാത്ത പണികളില്ല. വീടുകളിൽ തൂക്കാൻ പോവും.
കിണർപ്പണിക്ക് പോവും. അങ്ങനെ ആരെയും ആശ്രയിക്കാതെ അന്തസ്സായി ജീവിക്കണം എന്ന വാശിയാണ് അവൾക്ക്. ആദിത്യനൊന്നും മിണ്ടിയില്ല. അവൻ ഓരോ വട്ടം ഓരോന്ന് സംഭവിക്കുമ്പോഴും ആ പെണ്ണിനോട് ഇഷ്ടം കൂടി കൂടി വരികയായിരുന്നു. ചിന്മയി പതുക്കെ തൻ്റെ പുറം തടവി. എന്നിട്ട് വിഗ്രഹത്തിലേക്ക് നോക്കി കണ്ണുരുട്ടി. അല്ലെങ്കിലും നിനക്ക് എന്നോട് പണ്ടേറെ കുറച്ച് കുശുമ്പുണ്ടല്ലോ. അതുകൊണ്ടാണല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ കൊണ്ടുപോയത്. ആ കണ്ണിൽ ചോരയില്ലാത്തവനെ എന്തിനായിരുന്നു എൻ്റെ സ്വപ്നത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നത്? ചിന്മയി ഒന്ന് നിർത്തി. അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ തോന്നി പാവാണെന്ന്. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴോ അസല് ഉണ്ട. ആൾക്കാർ പറയുന്നത് ശരിയാ, പോലീസ് യൂണിഫോം ഇട്ട ഒരു അലമ്പ് തന്നെയാണ് ആ ആദിത്യൻ. പരിഭവം പറഞ്ഞ് കഴിയുന്നില്ല ചിന്മയ്ക്ക്. എത്ര ദിവസമായി അവൻ തന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ വരുന്നു. ഇന്നലെ കാവിൽ വെച്ച് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ചിന്മയി. പിന്നെയും കാണാൻ കൊതി തോന്നിയിട്ടാ രാവിലെ തന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചത്. ഓ, അങ്ങ് കണ്ടതോടെ അല്ലല്ല കൊണ്ടതോടെ ചിന്മയ്ക്ക് അങ്ങ് തൃപ്തിയായി. അവൾ പതുക്കെ കൈകൂപ്പി കണ്ണുകൾ അടച്ചു. ആ കാട്ടുപോത്തിനെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ 1000 ചെണ്ടമേളം ഒന്നിച്ചു കൂട്ടുന്നത് പോലെയാ. ഇനി മേരി അവനെ എൻ്റെ സ്വപ്നത്തിൽ കൊണ്ടുവരരുത്, കേട്ടല്ലോ, പ്രതിഷ്ഠയോട് പറഞ്ഞ് അവൾ അവിടെ നിന്നും തിരിയാൻ തുടങ്ങിയതും ഇരുളിൽ നിന്നൊരു ശബ്ദം കേട്ടു. സ്വപ്നത്തിൽ വരുന്നവരെ നമുക്ക് തടയാൻ കഴിയില്ലല്ലോ ചിന്മയി. ചിന്മയി ഞെട്ടിപ്പോയി. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. കാവിലെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചാരി ആദിത്യൻ നിൽക്കുന്നു. യൂണിഫോം അല്ല, ഒരു കറുത്ത ഷർട്ടും മുണ്ടുമാണ് വേഷം. ആ കണ്ണുകളിൽ സ്വപ്നത്തിൽ കാണുമ്പോൾ പോലെയുള്ള ഒരു ശാന്തത. സാറെപ്പോൾ വന്നു? അവൾ വിക്കി. തൻ്റെ ആത്മകഥ മുഴുവൻ അയാൾ കേട്ടോ എന്ന ഭയമായിരുന്നു അവൾക്ക്. താൻ ദൈവത്തോട് ആരുടെയോ കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഇവിടെയുണ്ട്. ആദിത്യൻ ചിരിച്ചു. അല്ല ചിന്മയി, ആരാണ് ഈ സ്വപ്നത്തിൽ വന്നു പോകാറുള്ള കക്ഷി? ആദിത്യൻ ചിരിയോടെ ചോദിച്ചു. ആരുമില്ല. ചിന്മയി തലവെട്ടിച്ചു. ആരെയോ സ്വപ്നത്തിൽ ഇനിയും കാണിച്ച ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടല്ലോ. ചിരി കടിച്ചു പിടിച്ചാണ് അവൻ്റെ ആ ചോദ്യം. ചിന്മയുടെ മുഖം വിയർപ്പിൽ കുതിർന്നു പോയി. സാറെന്താ ഇവിടെ? ചിന്മയി പതർച്ച മറച്ചു വെച്ചുകൊണ്ട് കണ്ണ് ചുരുക്കി അവനെ നോക്കി. നിന്റെ സ്വപ്നത്തിൽ വന്ന് ഒരു കല്ലിയങ്കാട്ട് നീലി പേടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ദൈവത്തോടൊന്ന് പരാതി പറയണമെന്ന് തോന്നി, അത് പറയാൻ വന്നതാ. ഒറ്റക്കണ്ണിറുക്കി ആദ്യം പറയവേ അവൻ്റെ കണ്ണുകൾ കൂർത്തു വന്നു. അവൻ എല്ലാം കേട്ടു എന്നും തന്നെ കളിയാക്കുകയാണെന്നും അവൾക്ക് ഏകദേശം മനസ്സിലായി. ചിന്മയി അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് നടന്നു. അല്ല ചിന്നുവേ, താൻ പോവുകയാണോ? ആദിത്യൻ ഉറക്കെ വിളിച്ചു ചോദിച്ചുവെങ്കിലും ചിന്മയി പിന്നെ നിന്നില്ല. അവളെ നോക്കി നിൽക്കെ ആദിയുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു വന്നു. അന്ന് പുലർച്ചെ തന്നെ ആദിത്യൻ ഉണർന്നു. സാധാരണ ഡ്യൂട്ടിയുള്ള ദിവസം എല്ലാം നേരത്തെ ഉണരാറുള്ളതാണ്. പക്ഷേ അപ്പോൾ കാണിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ ഉത്സാഹം ഇന്ന് അവൻ്റെ മുഖത്ത് കൂടുതലുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി ഒതുക്കി അവൻ ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്നു. കണ്ണുകൾ ഇടയ്ക്കിടെ ആ ഇടവഴിയിലേക്ക് നീളുന്നുണ്ട്. ചിന്മയിയെ കാണാൻ തൻ്റെ ഉള്ളിങ്ങനെ തുടിക്കുന്നതറിയവേ അവൻ ഉള്ളിൽ ചിരിച്ചു. സമയം 7:30 കഴിഞ്ഞു. സാധാരണ ഈ സമയമാവുമ്പോൾ ചിന്മയെ കാണേണ്ടതാണ്. എന്നാൽ ഇടവഴിയിൽ കണ്ടത് ചിന്മയെയല്ല, അല്പം പ്രായമായ ഒരു സ്ത്രീ സാവധാനം നടന്നു വരുന്നു. കയ്യിലൊരു പൊതിയുമുണ്ട്. ആദിത്യൻ നെറ്റി ചൊളിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവർ നേരെ ഉമ്മറത്തേക്ക് വന്നു. ആദിത്യൻ സാറല്ലേ? അവർ വിനയത്തോടെ ചോദിച്ചു. അതെ, ഇതാരാണ്? ആദിത്യൻ ഗൗരവം വിടാതെ ചോദിച്ചു. ഞാൻ നാണിയമ്മയാ. ഇവിടെ സാറിന് ഭക്ഷണം ഉണ്ടാക്കാനും പണികൾക്കും പിള്ള സാർ പറഞ്ഞു വിട്ടതാ. മുന്നേ ആ ചിന്നുമോള് വന്നിരുന്നല്ലോ, ഇനി അവൾക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആദിത്യൻ്റെ മുഖത്തെ ആ തിളക്കം പെട്ടെന്ന് മാഞ്ഞുപോയി. അവനൊരു നിമിഷം സ്തബ്ധനായി നിന്നു. ചിന്മയി അവളെവിടെ? അവൾക്ക് എന്തു പറ്റി? അവൻ്റെ ശബ്ദത്തിൽ അറിയാതെ ഒരു വേവലാതി കലർന്നു. അവൾക്കൊന്നും പറ്റിയില്ല സാറേ. ഇന്ന് പുലർച്ചെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. സാറിനെ സഹായിക്കാൻ ഇനി അവൾ വരില്ലെന്നും പകരം എന്നോട് പൊയ്ക്കോളാൻ ഏൽപ്പിക്കുകയും ചെയ്തു. നാണയമ്മ പറഞ്ഞുകൊണ്ട് അടുക്കള ലക്ഷ്യമാക്കി. ആദിത്യൻ ഒന്നും മിണ്ടാതെ കസേരയിലേക്ക് തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശിവദാസൻ പിള്ള ഫയലുകളുമായി അങ്ങോട്ട് വന്നു. ആദിത്യൻ്റെ മുഖത്തെ ഇരുളിച്ച കണ്ടപ്പോൾ തന്നെ പിള്ളയുടെ നെറ്റി ചുളിഞ്ഞു. സാർ ചായ കുടിച്ചോ? നാണയമ്മ വന്നല്ലോ അല്ലേ? പിള്ള സാവധാനം ചോദിച്ചു. വന്നു, പക്ഷേ ചിന്മയി എവിടെ പിള്ളേ? അവൾ എന്തിനാ പെട്ടെന്ന് നിർത്തിയത്? ആദിത്യൻ ഫയലിലേക്ക് നോക്കിക്കൊണ്ട് പിള്ളക്ക് മുഖം കൊടുക്കാതെ തന്നെ ചോദിച്ചു. ചിന്നുമോൾ ഇടക്ക് വല്ലാത്ത വാശിക്കാരിയാണ് സാറേ. ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു. സാറിന് അവൾക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. പിള്ള തമാശ പറയും മട്ടിൽ പറഞ്ഞു. സാർ അവളെ വല്ലാതെ കളിയാക്കിയെന്ന് തോന്നുന്നു. സാറിനെ ഇനിയും നേർക്ക് നേർ കണ്ട ഇനിയും എൻ്റെ നാക്കടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല എന്നാ അവൾ പറഞ്ഞത്. പിള്ള ഒന്ന് നിർത്തി ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആദിത്യൻ പതിയെ പുഞ്ചിരിച്ചു. എങ്കിലും ഉള്ളിലൊരു ശൂന്യത പടരുന്നത് അവൻ അറിഞ്ഞു.
അവൾക്ക് അത്രയ്ക്ക് ദേഷ്യം വരാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ പിള്ളേ, അവൻ പതുക്കെ ചോദിച്ചു. ഏയ്, ചിന്നുമോൾക്ക് വെറുതെ ഓരോന്നും തോന്നുന്നതാ സാറേ. അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ആരെയും അടുപ്പിക്കാത്ത ഒരു പ്രകൃതമാ ചിന്നുവിന്, പിള്ള പറഞ്ഞു. ആദ്യത്തെ എഴുന്നേറ്റ് ഷർട്ട് എടുത്ത് ധരിച്ചു. ശരി പിള്ളേ, നമുക്ക് സ്റ്റേഷനിൽ പോവാം. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഭാഗമരങ്ങൾക്കിടയിലൂടെ അവൻ ചിന്മയുടെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കി. അവളെ അവിടെ എങ്ങും കാണാനില്ല. പക്ഷേ ചിന്മയെ ഒളിച്ചു നിന്ന് കണ്ടിരുന്നു ആദിത്യനെ. അവൻ്റെ എത്തി വലിഞ്ഞുള്ള നോട്ടം കാണെ അവൾക്ക് ചിരി വന്നുപോയി. സ്റ്റേഷനിൽ എത്തിയിട്ടും ആദിയുടെ ഉള്ളു മുഴുവൻ ചിന്മയി തന്നെയായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? ഇഷ്ടപ്പെടുത്തി തരാമടി ഞാൻ, ആദിത്യൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് കീഴ്ചുണ്ട് കൂട്ടിക്കടിച്ചുകൊണ്ട് ചിരിച്ചു. മണ്ണൂരിലെ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക വശ്യതയുണ്ട്. പുലർച്ചെ പെയ്യുന്ന മഞ്ഞിൻ്റെ തണുപ്പും ചെമ്പകപ്പൂക്കളുടെ മണവും കൂടി ചേരുമ്പോൾ അതൊരു സ്വപ്നലോകം പോലെ തോന്നും. ആദിത്യൻ വന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും ചിന്മയെ കാണാത്ത ദിവസങ്ങൾ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു അശാന്തി നിറച്ചിരുന്നു. നാണയമ്മ വന്നതു മുതൽ അടുക്കളയിൽ ചിന്മയുടെ പിറുപിറുക്കലുകളില്ല. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമില്ല. ആകെ മൊത്തം ഒരു ശൂന്യതയാണ് ആദിക്ക്. നിനക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടുത്താം. നമുക്ക് കണ്ണാടിയിൽ നോക്കി മീശ ഒന്ന് പിരിച്ചുകൊണ്ട് ആദി സ്വയം പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അന്ന് പുലർച്ചെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദിത്യൻ തോർത്തുമെടുത്ത് പുഴ ലക്ഷ്യമാക്കി നടന്നു. പുഴക്കടവിലെത്തിയപ്പോൾ ആദിത്യൻ ഒന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. പ്രകൃതി പോലും അവൾക്കായി ഒരുങ്ങി നിൽക്കുകയാണോ എന്നവന് തോന്നിപ്പോയി. പുഴയുടെ ഇരുവശവും തഴച്ചു വളർന്ന മുളങ്കാടുകൾ കാറ്റിൽ തലയാട്ടുന്നു. തെളിനീര് പോലെ ഒഴുകുന്ന വെള്ളത്തിന് സ്ഫടികത്തിൻ്റെ തിളക്കം. അവിടെ ആ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്ന് നിൽക്കുകയായിരുന്നു ചിന്മയി. മുടി അഴിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അവളുടെ രൂപം ഒരു ജലകന്യകയെ അനുസ്മരിപ്പിച്ചു. വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്ത് മുത്തുകൾ പോലെ തിളങ്ങുന്നു. ഒരു കടുനീല ചേലയായിരുന്നു അവളുടെ വേഷം. നനഞ്ഞു കുതിർന്ന വസ്ത്രം അവളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു. ചിന്മയി കണ്ണുകൾ അടച്ച് പുഴയുടെ തണുപ്പ് ആസ്വദിച്ച് വെള്ളത്തിൽ പതുക്കെ നീന്തി തുടിക്കുകയായിരുന്നു. അവൾ ചുറ്റുമുള്ള ലോകം മറന്നു പോയിരിക്കുന്നു. പെട്ടെന്നാണ് ആ ശാന്തത തകർത്ത് വലിയൊരു ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് ആരോ ചാടിയത്. അയ്യോ! ചിന്മയി ഞെട്ടി വിറച്ചുപോയി. വെള്ളം തെറിച്ച് അവളുടെ കണ്ണുകൾ മൂടി. കണ്ണു തുടച്ചു നോക്കി ചിന്മയി അമ്പരന്നു. തൊട്ടു മുന്നിൽ നനഞ്ഞു കുതിർന്ന രൂപത്തിൽ കുസൃതി നിറഞ്ഞ കണ്ണുകളുമായി ആദിത്യൻ നിൽക്കുന്നു. താൻ ഇവിടെ ഇതെപ്പോ വന്നു? അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. വെള്ളം അവളുടെ കഴുത്തോളം ഉണ്ടായിരുന്നു. പുഴ ആരുടെയും സ്വന്തമല്ലല്ലോ ചിന്നു. എനിക്കൊന്ന് കുളിക്കണമെന്ന് തോന്നി, ആദിത്യൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു. അവൻ പതുക്കെ അവൾക്കടുത്തേക്ക് നീങ്ങി. അതിന് സാർ ഈ നേരത്ത് വരാറില്ലല്ലോ. ഇവിടെ എന്തിനാ എപ്പോൾ വന്നത്? അവൾ ദേഷ്യം നടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ അവളുടെ ഹൃദയം ഒരു ചെണ്ടമേളം പോലെ കൊട്ടുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് അത്ര തണുപ്പില്ല. പിന്നെ ഇപ്പോൾ വരുമ്പോൾ ചില പ്രത്യേക കാഴ്ചകൾ കാണാമല്ലോ. അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. ചിന്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ വേഗം നീന്തി കരയിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ പാറക്കെട്ടുകളിൽ പറ്റിപ്പിടിച്ച പായലിൽ അവളുടെ കാൽ ഒന്ന് വഴുതി. അവൾ നിലവിളിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് മറയാൻ പോയതും ശക്തമായ 2 കൈകൾ അവളെ താങ്ങിപ്പിടിച്ചു. ആദിത്യൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. നനഞ്ഞു കുതിർന്ന അവളുടെ ശരീരങ്ങൾ തമ്മിൽ ഉരസിയപ്പോൾ ഒരു മിന്നൽ പിണർ 2 പേരിലൂടെയും പാഞ്ഞുപോയി. ചിന്മയുടെ ശ്വാസം നിലച്ച പോലെ തോന്നി. അവൾ ആ തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് നോക്കി. എന്നെ വീട്, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ലെങ്കിലോ? ആദിത്യൻ തല ഒന്ന് കുടഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ ഒച്ച വെച്ച ആളുകൂടും, പറഞ്ഞേക്കാം. ചിന്മയി അവനെ ഭീഷണിപ്പെടുത്തി. എന്നാ കാണട്ടെ, നാട്ടുകാർ കാണട്ടെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ എൻ്റെ പെണ്ണിനെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന്. എല്ലാവരും അറിയട്ടെ. ആദിത്യൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. പക്ഷേ അതിൽ പ്രണയവും ഉണ്ടായിരുന്നു. ചിന്മയി ഞെട്ടിപ്പോയി ആ വാക്കുകളിൽ. അവൻ അവളെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. അവളുടെ മുഖത്തെ പിടപ്പ് അവനെ വല്ലാതെ ആകർഷിപ്പിച്ചു. അവൻ അവളുടെ തോളിലെ നനഞ്ഞ ചേല അല്പം മാറ്റി നോക്കി. സാർ എന്തായി കാണിക്കുന്നേ? ചിന്മയ്ക്ക് ദേഷ്യം വന്നു. അവളുടെ ദേഹത്ത് തൻ്റെ വിരലടയാളം കല്ലിച്ച് കിടപ്പുണ്ട് അപ്പോഴും. അത് കണ്ടപ്പോൾ ആദിത്യൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അന്ന് തല്ലിയപ്പോൾ നല്ലോണം വേദനിച്ചോ? അവൻ മൃദുവായി ചോദിച്ചു. പിന്നില്ലാതെ, സാറിൻ്റെ ആനക്കൈ കൊണ്ടടിച്ചാൽ ആർക്കായും വേദനിക്കില്ലേ? മാറിക്ക് അങ്ങോട്ട്, ചിന്മയി ദേഷ്യത്തോടെ പറഞ്ഞു. ആ പാട് മാറിയില്ലെങ്കിൽ മാറ്റാൻ എനിക്കൊരു വഴി അറിയാം. ആദിത്യൻ കുസൃതിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തു വഴി? ചിന്മയി അവൻ്റെ നോട്ടത്തിലൊന്ന് പതറി. മറുപടിക്ക് പകരം ആദിത്യൻ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. ചിന്മയി കണ്ണുകൾ ഇറുക്കി അടച്ചു. അടുത്ത നിമിഷം ആദിത്യൻ്റെ നനുത്ത ചുണ്ടുകൾ അവളുടെ പാടുള്ള തോളിൽ പതുക്കെ അമർന്നു. ചിന്മയി ഒരു നിമിഷം തളർന്നു പോയി. ആ ഒരൊറ്റ സ്പർശനത്തിൽ അവൾ അലിഞ്ഞില്ലാതായി. അവൻ പതുക്കെ അവളുടെ കഴുത്തിലും കവിളിലും പ്രണയത്തിൻ്റെ അടയാളങ്ങൾ ചാർത്തി.
ഒടുവിൽ അവളുടെ വിറക്കുന്ന ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിക്കാൻ നോക്കവേ ചിന്മയി അവനെ തള്ളിയിട്ടു. ചിന്മയുടെ മുഖം ഒരു ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു തുടത്തിയിരുന്നു. ചിന്മയി ഒന്നും മിണ്ടാതെ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് പെട്ടെന്ന് നീന്തി കരയിലേക്ക് കയറി. നനഞ്ഞ വസ്ത്രത്തോടെ അവൾ ഓടി മറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തുവെങ്കിലും പിന്നെ ഓർത്തപ്പോൾ ആദ്യക്ക് ആകെ ഒരു അസ്വസ്ഥത. തനിക്ക് തോന്നുന്ന ഇഷ്ടം അവൾക്ക് തന്നോടില്ലെങ്കിലോ എന്നൊരു തോന്നൽ. അന്ന് വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് മടങ്ങുമ്പോൾ ആദിത്യൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. പുഴക്കടവിലെ ആ നിമിഷം എല്ലാം അവൻ്റെ ഉള്ളിൽ തീ കോരിയിടുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ? അവൻ സ്വയം ചോദിച്ചു. ബുള്ളറ്റ് ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തേക്ക് തിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടവഴിയിലെ വീട്ടിലേക്ക് നീണ്ടു. ചിന്മയെ അവിടെ ഒന്നും കണ്ടില്ല. അവൻ ബുള്ളറ്റ് സ്റ്റാൻഡിട്ട് ഇറങ്ങി. അവൻ ഉമ്മറത്തേക്ക് നടന്നു. എന്നാൽ ഉമ്മറത്തെത്താൻ ഏതാനും ചുവടുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ ആദിത്യൻ നിലത്തേക്ക് പതിച്ചു. അവൻ്റെ വലതുകാൽ മണ്ണിൽ കുഴഞ്ഞു പോയിരുന്നു. ആഹ്! അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. അവൻ നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ ഒരു ചെറിയ കുഴി, അതിൽ നിറയെ ഇലകളും കമ്പും. ആദിത്യൻ നടന്നു വരുമ്പോൾ അത് ശ്രദ്ധിച്ചതേയില്ല. അവൻ്റെ യൂണിഫോമിൽ മണ്ണും ചെളിയും പറ്റിപ്പിടിച്ചിരുന്നു. ഷൂസിലും മണ്ണ് നിറഞ്ഞു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാൽ കുഴിയിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് കഴിഞ്ഞില്ല. പെട്ടെന്ന് ദൂരെ നിന്നൊരു പൊട്ടിച്ചിരി കേട്ടു. ആദിത്യൻ തിരിഞ്ഞു നോക്കി. ഇടവഴിയിലെ വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു ചിന്മയി. അവൾ കൈകൾ കൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ കുസൃതിയും വിജയഭാവവും തിളങ്ങി. എങ്ങനെയുണ്ട് സാറേ മുറ്റത്തെ അലങ്കാരം? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആദിത്യൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഡി, നീയാണത് ചെയ്തത്? അവൻ അലറി. പിന്നെ ഞാനല്ലാതെ ആരാ? സാറിന് കുറച്ച് വിശ്രമം വേണമെന്ന് തോന്നി, അതാ ഒരു കുഴി കുഴിച്ചത്, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. ആദിത്യൻ ഒരുവിധം കാൽ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. അവൻ എഴുന്നേറ്റ് നിന്ന് അവളെ നോക്കി. അവൻ്റെ ദേഹത്തെയും യൂണിഫോമിലെ ചെളി കണ്ടപ്പോൾ ചിന്മയ്ക്ക് വീണ്ടും ചിരി വന്നു. ചിരിക്കണ്ടടി, നിന്നെ ഞാൻ... അവൻ ഒരടി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് കാൽ തളർന്നു. എന്നെന്ത് ചെയ്യും? സാറിന് നടക്കാൻ പോലും വയ്യല്ലോ, അവൾ കളിയാക്കി. ആദിത്യൻ ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പതുക്കെ എന്തി വലിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. അവൻ അകത്തേക്ക് പോയതും ചിന്മയുടെ ചിരി നിന്നു. ഞാൻ കുറച്ച് കൂടിപ്പോയോ? അവൾ സ്വയം ചോദിച്ചു. അന്ന് രാത്രി ചിന്മയ്ക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ ചിന്മയി പതിവ് പോലെ തൻ്റെ പച്ചക്കറിത്തോട്ടം നനക്കാനും മറ്റും ഇറങ്ങി. എങ്കിലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ആദിത്യൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവിടെ അനക്കമൊന്നുമില്ല. സാധാരണ ഈ സമയത്ത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കേണ്ടതാണ്. അപ്പോഴാണ് ശിവദാസൻ പിള്ള ആ വഴി വരുന്നത്. പതിവിന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു പരിഭ്രമമുണ്ടായിരുന്നു. എന്ത് പിള്ളച്ചാ, എങ്ങോട്ടേ ഈ ഓട്ടം? ചിന്മയി ചോദിച്ചു. പിള്ള ഒന്ന് നിന്നു. അതൊന്നും പറയേണ്ട ചിന്നുമോളെ, ആദിത്യൻ സാറിനൊരു അപകടം പറ്റി. ഇന്നലെ രാത്രി ക്വാർട്ടേഴ്സ് മുറ്റത്തെങ്ങോ കാല് തെന്നി വീണതാത്രേ. പാവം, ആരും കൂടെ ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. രാവിലെ ഞാൻ ചെന്നപ്പോഴാണ് കാണുന്നത്. കാല് മുട്ടോളം നീരും വെച്ച് വേദന കൊണ്ട് പുളയുകയാണ്. എല്ലിന് പൊട്ടലുണ്ടോ എന്നും സംശയമുണ്ട്. ഞാൻ ആ വൈദ്യരെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഉളുക്കോ മറ്റോ ആണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞാൽ മതിയല്ലോ, പിള്ള പറഞ്ഞു. അത് കേട്ടതും ചിന്മയുടെ ഉള്ളിലൊരു കൊള്ളിയാൻ പാഞ്ഞു. ദൈവമേ, ഞാൻ വെറുതെ ഒരു തമാശക്ക് ചെയ്തല്ലേ, ഇതിപ്പോൾ വലിയ പരിക്കായോ? വലിയൊരു ഭാരം അവളുടെ നെഞ്ചിൽ വന്ന് നിറഞ്ഞു. പിള്ളേച്ച, അത്രക്ക് സാരമുണ്ടോ? അവൾ വിക്കി വിക്കി ചോദിച്ചു. ആ ഉണ്ട് മോളെ, ഇത്തിരി ഗൗരവക്കാരനാണെങ്കിലും ആള് പാവാണ്. സ്വന്തമായിട്ട് ആരുമില്ലാത്തവനാ. നീയൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. പിള്ള വേഗത്തിൽ നടന്നു നീങ്ങി. ചിന്മയി വേഗത്തിൽ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. ആദിത്യൻ കട്ടിലിൽ കിടക്കുകയാണ്. കണ്ണുകൾ ഇറുക്കിയടച്ച് വേദന സഹിക്കുകയാണെന്ന് തോന്നും. അവൾ പതുക്കെ അകത്തേക്ക് കയറി. സാർ, അവൾ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. ആദിത്യൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ തീക്ഷ്ണമായ കണ്ണുകളിൽ ഇപ്പോൾ ഒരു തരം നിസ്സഹായത ഉണ്ടായിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് മുഖം തിരിച്ചു. നീ എന്തിനാ വന്നത്? എൻ്റെ അവസ്ഥ കണ്ട് ചിരിക്കാനാണോ? ദാ, നീ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അത് സാർ, ഞാൻ അത്രക്കൊന്നും കരുതിയില്ല. ഒരു ചെറിയ തമാശ. ചിന്മയുടെ വാക്കുകൾ മുറിഞ്ഞു. അവൾ കട്ടിലിനരികിലേക്ക് ഇരുന്നു. തമാശയോ? പോലീസുകാരനായതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് ചിന്മയി. പക്ഷേ സ്വന്തം വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു കുഴിയെടുക്കാൻ മാത്രമുള്ളൊരു ശത്രു എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് വേദന കൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ തിരികെ തന്നെ കിടന്നു. സാർ, ക്ഷമിക്ക്. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല, സത്യം. ചിന്മയി സ്വന്തം തലയിൽ കൈ ചേർത്ത് സത്യം ചെയ്തു. ചിന്മയി കരച്ചിലിൻ്റെ വക്കീലെത്തിയത് കണ്ടപ്പോൾ ആദിത്യൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൾ കാണാതെ അവൻ മുഖം അമർത്തി തുടച്ചു. ആ ചിരി മായ്ച്ചു. സത്യത്തിൽ കുഴി വീണപ്പോൾ ചെറിയൊരു ഉളുക്ക് മാത്രമേ പറ്റിയിരുന്നുള്ളൂ.
പക്ഷേ അവളെ ഒന്ന് മെരുക്കാൻ ഇതാണ് നല്ല അവസരമെന്ന് അവന് തോന്നി. പിള്ള അപ്പോഴേക്കും വൈദ്യനെ കൊണ്ടുവന്നിരുന്നു. ചെറിയ ഉളുക്കുള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ നേരെയാവുമെന്ന് പറഞ്ഞ് വൈദ്യൻ്റെ കയ്യും കാലും പിടിച്ചാണ് 2 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് വൈദ്യനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അത് ചിന്മയെ അടുത്ത് കിട്ടണം എന്ന കാരണം മാത്രമാണ്. ആ നാടകം എന്തായാലും ഫലം കണ്ടു. നാണിയമ്മ പറഞ്ഞയച്ച് ചിന്മയി തന്നെ അടുക്കള ഭരണം ഏറ്റെടുത്തു. അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ആദിത്യൻ്റെ ചുണ്ടിൽ ചിരി വന്നു. നാണിയമ്മ പോയി ചിന്മയി തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്നേക്ക് ഒരാഴ്ചയായി ഈ കലാപരിപാടി തുടങ്ങിയിട്ട്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇരുവരും നന്നായി അടുത്തു. അവൾ ഉണ്ടാക്കുന്ന ചുടു കഞ്ഞിയുടെയും പയറുപുരട്ടിയുടെയും മണം മുറിയിലേക്ക് ഒഴുകിയെത്തി. ആദിത്യൻ കട്ടിലിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ നോക്കിയെങ്കിലും ചിന്മയി കയ്യിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമായി അപ്പോഴേക്കും അകത്തേക്ക് വന്നു. ദേ, അനങ്ങരുത് എന്നാ വൈദ്യര് പറഞ്ഞത്, എന്നിട്ടാണോ ഈ കാലിളക്കുന്നത്? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവൻ്റെ അരികിലിരുന്നു. വല്ലാത്ത ബോറടി. ആദി ഒറ്റക്കണ്ണിറക്കി ചിരിച്ചു. ബോറടിച്ചാൽ സഹിക്കണം, ഇതൊന്ന് മാറിക്കോട്ടെ. എന്നാലും ഒരു കണക്കിന് ആലോചിച്ചാൽ കുഴി വീണത് നന്നായി അല്ലേ ചിന്നു? ആദി ചിരിയോടെ ചോദിച്ചു. അതെന്താ? ചിന്നു നെറ്റി ചൊളിച്ചു. ആ കുഴിയിൽ വീണതുകൊണ്ടല്ലേ ചിന്നു നീ ഇപ്പോൾ എൻ്റെ അരികെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനാ കുഴിയോട് എനിക്കല്പം നന്ദിയുണ്ട്, ആദി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിന്മയുടെ മുഖം ഒന്ന് ചുവന്നു. അവൾ വേഗം എഴുന്നേറ്റു. ഓ, വലിയ നന്ദിയൊന്നും വേണ്ട. സാറിന് ഈ കാൽ ശരിയാ, ഞാൻ ഇവിടുന്ന് പോവും, പിന്നെ ഈ വഴിക്ക് വരില്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ വരുന്നതോ, അത് നീ നിർത്തുവോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അവൾ മറുപടി പറയാതെ പുറത്തേക്ക് നടന്നു. പക്ഷെ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞത് ആദിത്യൻ കണ്ടിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞു. ആദിത്യൻ രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ എഴുന്നേറ്റ് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു. അല്ലാതെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നേ. അന്ന് രാത്രി നിലാവ് പാൽ പോലെ പെയ്തു കിടക്കുകയാണ്. ചിന്മയി ഉമ്മടത്തെ തിണ്ണയിൽ വെറുതെ ഇരിപ്പായിരുന്നു. ആദിത്യൻ പതുക്കെ കട്ടിലിൽ നിന്നിറങ്ങി കാലിലെ കെട്ടൊക്കെ പതുക്കെ അഴിച്ചു മാറ്റി. ഹാവ്, ഈ കെട്ടി നടന്നിട്ട് സത്യത്തിൽ കാലു മുറിയുമെന്നാ തോന്നുന്നത്, അവൻ സ്വയം പിറുപിറുത്തു. അവൻ പതുക്കെ മുറ്റത്തെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. നല്ല കുളിർക്കാറ്റ് വീശുന്നുണ്ട്. ആ ഇരുട്ടത്ത് ഒരു മൂലയിൽ ഇരിക്കുന്നവളെ അവൻ കണ്ടില്ലായിരുന്നു. അവൻ ആ കാറ്റേറ്റ് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേട്ടു. ആഹാ, സാറിൻ്റെ കാല് ഇത്ര പെട്ടെന്ന് ശരിയായോ? അത് ഉറക്കത്തിൽ വല്ല അത്ഭുതവും നടന്നു. ആദിത്യൻ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ കൈകൾ കെട്ടി കണ്ണുരുട്ടി നിൽക്കുന്നു ചിന്മയി. ചിന്നു, അത് ഞാൻ. ആദിത്യൻ ഒന്ന് വിക്കി. ഒന്നും പറയണ്ട, എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? പാവം ഞാൻ, സാറിന് വേദനിക്കുന്നുണ്ടാവുമെന്ന് കരുതി ഉറക്കം പോലും ഇല്ലാതെ കാവലിരുന്നു. ചിന്മയുടെ ശബ്ദത്തിൽ ദേഷ്യവും ഒപ്പം പരിഭവവും ഉണ്ടായിരുന്നു. അല്ല ചിന്നു, നീ കേൾക്ക്, നിന്നൊന്നരികെ കിട്ടാൻ വേണ്ടിയാ ഞാൻ. അവൻ അടുത്തേക്ക് വരാൻ ആഞ്ഞു. അടുത്ത് വരരുത്, യൂണിഫോം ഇട്ട ഗുണ്ടയാണെന്ന് നാട്ടുകാർ പറയുന്നത് ശരിയാ. കള്ളം പറയാനും തനിക്ക് നല്ല വശമാ. ചിന്മയി പിണങ്ങി തൻ്റെ വീട്ടിലേക്ക് ഓടാൻ നോക്കി. പക്ഷേ ഇത്തവണ ആദിത്യൻ വിട്ടില്ല. അവൻ വേഗത്തിൽ ഓടി അവളുടെ കൈ പിടിച്ച് തിരിച്ചു. എന്നെ വിട്, അവൾ കുതറാൻ ശ്രമിച്ചു. വിട്ടില്ലെങ്കിലോ? ആദിത്യൻ അവളെ ആ ചെമ്പകമരത്തിൻ്റെ തടിയിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ കണ്ണുകളിലെ ആ തീക്ഷ്ണത കണ്ടപ്പോൾ ചിന്മയി ഒന്ന് ഒതുങ്ങി. ആ കണ്ണുകളിൽ പ്രണയം ആളിക്കത്തുന്നു. ചിന്മയി, ഞാൻ അത്ര പുണ്യാളനൊന്നുമല്ല. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഞാൻ നിന്നെ അങ്ങ്. ആദിത്യൻ പാതി വഴിയിൽ പറച്ചിൽ നിർത്തി. ചിന്നുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞുപോയി. എനിക്ക് നിന്നെ എന്തോരം ഇഷ്ടമാണെന്നോ? പറയുന്നതിനൊപ്പം ആദിത്യൻ അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ചിന്മയി അന്നേരം ഒരു ചെമ്പരത്തിപ്പൂവിനെ പോലെ ചുവന്നു തൊടുത്തു. എന്നെ ഇഷ്ടമല്ലേ? ആദ്യം അവളുടെ കാതോടം ചോദിച്ചു. ചിന്മയി എന്തോ പറയാൻ തുടങ്ങിയവേ ആദ്യം അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്തു. പറയണ്ട, തെളിയിച്ചാൽ മതി ഇഷ്ടമാണെന്ന്. ആദിത്യൻ കുസൃതി ചിരി. ചിന്മയിലും ഉണ്ട് ആ കുസൃതി ചിരി. ചിന്മയി അവൻ്റെ കഴുത്തിൽ പതിയെ മുഖം ചേർത്തു. പതിയെ അവിടെ ഒന്ന് കടിച്ചു. യക്ഷിയാണോടി നീ? ആദി ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. ആദിത്യൻ അവളുടെ നെറുകയിൽ പതിയെ ചുംബിച്ചു. അടുത്ത ദിവസം രാവിലെ മണ്ണൂർ സ്റ്റേഷനിലേക്ക് ആദിത്യൻ തൻ്റെ ബുള്ളറ്റിൽ തന്നെ പോയി. അവൻ്റെ കാലിലെ കെട്ടൊക്കെ മാറ്റിയിരുന്നു. ശിവദാസൻ പിള്ള അത്ഭുതത്തോടെ അവനെ നോക്കി. അല്ല സാർ, കാലിതിനൊക്കെ ശരിയായോ? പിള്ള ചിരിയോടെ ചോദിച്ചു. ശരിയായി പിള്ളച്ച. മണ്ണൂരിലെ ചികിത്സ അല്പം സ്പെഷ്യലാണ്, പ്രത്യേകിച്ച് ആ മഞ്ചാടി വിതറുന്ന മായാജാലക്കാരിയുടെ ചികിത്സ. ആദിത്യൻ ഉറക്കെ ചിരിച്ചു. ചിന്മയെ ഓർക്കുമ്പോൾ ആദിത്യൻ്റെ ഉള്ളിൽ ഒരു പുതിയ പ്രണയകാലം പൂവിടുന്നുണ്ടായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾ കഥാകൂട്ട് എന്ന ചാനലിന് നൽകിയ സപ്പോർട്ട് കഥാജാലകം എന്ന ചാനലിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക്